ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് കുറേ പേര് ചോദിക്കുന്നുണ്ടായിരുന്നു, എന്ത് പറ്റി സൗണ്ടൊക്കെ മാറിയിട്ടുണ്ടല്ലോ, വയ്യ, ഡോക്ടറെ കാണിച്ചില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ കുറച്ച് വിശേഷങ്ങളായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ തിങ്കളാഴ്ച രാവിലത്തെ വീഡിയോ ആണ് കേട്ടോ. എനിക്ക് വീഡിയോസ് അന്നന്ന് തന്നെ എനിക്ക് അപ്ലോഡ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല, വയ്യാത്ത കാരണം. പിന്നെ വീട് മാറുമ്പോൾ മക്കളുടെ ഒരു അസ്വസ്ഥതകളും കാര്യങ്ങളും ഉണ്ടാവും, അതുപോലെ തന്നെ അവർക്കും വയ്യായൊക്കെ ആയിരുന്നു കേട്ടോ. അങ്ങനെ അത് കാരണം കൊണ്ടാണ് കേട്ടോ നേരം വൈകിയത് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കിട്ടുള്ളതാണ് കേട്ടോ. രാവിലെ തന്നെ പോന്നിട്ടുണ്ട് ഹോസ്പിറ്റലിലേക്ക്. നല്ല പാത്തൂസിന് നല്ല പനിയുണ്ട്, ചുമയുണ്ട്. അതുപോലെ തന്നെ മൂത്ത രണ്ടാൾക്കും ഇതേപോലെ തന്നെയാണ് കേട്ടോ. ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ രണ്ടുപേർക്കും ചുമയും കഫക്കെട്ടും നല്ല പോലെ തന്നെ ഉണ്ട്. എൻ്റെ കാര്യമായാലും അതുപോലെ തന്നെ നല്ല കഫക്കെട്ടും തൊണ്ടവേദന തലവേദന എല്ലാതുമുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ പല്ല് റൂട്ട് കനാൽ ചെയ്യാനും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഉമ്മാക്ക് ഇവിടെ ജോലിയുള്ള കാരണം കൊണ്ട് ഉമ്മ ഇവിടെ ആദ്യം ഡോക്ടറോട് സംസാരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആൾ വരുമ്പോൾ ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ പുറത്തൊക്കെ ചെയ്യുകയാണെങ്കിൽ നല്ല പൈസ വേണം. അപ്പോൾ അതൊക്കെ ഉമ്മ സംസാരിച്ചപ്പോൾ അതൊന്നും കുഴപ്പമില്ല, അവരോട് വരാൻ പറയുന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതും കൂടി ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് വന്നത് കേട്ടോ. അപ്പം അങ്ങനെ മോളിതേ ഡോക്ടറൊക്കെ കാണിച്ച് ഞങ്ങൾ അങ്ങനെ ഇരിക്കട്ടെ. ഡോക്ടർ എത്തിയിട്ടില്ല എൻ്റെ പല്ല് നോക്കാനായിട്ട് കേട്ടോ. പല്ലിൻ്റെ ഡോക്ടർ വന്നിട്ടില്ല. അപ്പോൾ അത് വെയിറ്റ് ചെയ്തിട്ടിരിക്കുകയാണ്. അപ്പോൾ പാത്തൂസിന് വയ്യാത്ത കാരണം കൊണ്ട് തന്നെ ഭയങ്കര വാശിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ രാവിലെ. പിന്നെ ഇതെല്ലാവരും മാസ്കൊക്കെ ഇട്ടിരിക്കുന്നുണ്ട്. അവിടെ എത്തിയപ്പോൾ മാസ്ക് വേണമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഉമ്മയുടെ അടുത്ത് മാസ്കൊക്കെ എടുത്ത് അങ്ങനെ രണ്ടുപേരും മാസ്കൊക്കെ ഇട്ടിരിക്കുന്നുണ്ട്. പിന്നെ എനിക്ക് അതേപോലെ മാസ്ക് അധികം നേരം ഉപയോഗിക്കാൻ പറ്റില്ല കേട്ടോ. ഭയങ്കര എന്താ പറയുക അസ്വസ്ഥതകളെടുക്കും. അതുപോലെ ഇപ്പോൾ പ്രത്യേകിച്ച് നമുക്ക് കഫക്കെട്ടൊക്കെ ആകുമ്പോൾ തീരെയും പറ്റില്ലല്ലോ. പാത്തൂസ് ഇട്ടിട്ടൊന്നുമില്ല കേട്ടോ. പിന്നെ പാത്തൂസ് വെയിറ്റൊക്കെ നോക്കുമ്പോൾ ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ. ആളുടെ പനി നോക്കുമ്പോഴും വെയിറ്റ് നോക്കുമ്പോൾ ഒക്കെ ഭയങ്കര കരച്ചിലും വാശിയൊക്കെ ആയിരുന്നു. പിന്നെ അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. പിന്നെ ഇപ്പം എൻ്റെ ഡോക്ടർ വരാറായിട്ടുണ്ട്. അപ്പം ഉമ്മ ഇപ്പോൾ OP ടിക്കറ്റ് എടുക്കാനായിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഇതിലും കൂട്ടത്തിൽ തന്നെ പോയിട്ടുണ്ട് കേട്ടോ ഉമ്മയുടെ കൂടെ. പിന്നെ അപ്പോൾ അതേ ഡോക്ടർ വന്നു, ഞാൻ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ വേറൊരു കുട്ടിയുടെ പെട്ടെന്ന് വല്ലാണ്ട് വേദന എടുക്കുമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വന്നു. ആളുടെ നോക്കിയോണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ് പിന്നെ എൻ്റെ റൂട്ട് കനാലൊക്കെ ചെയ്തു. ഫസ്റ്റ് സ്റ്റേജ് കഴിഞ്ഞിട്ടുള്ളൂ കേട്ടോ. പിന്നെ രണ്ടാമത്തെ സ്റ്റേജ് ഇനിയിപ്പോൾ എപ്പോഴാണ് വരിക എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പം ഇനി ഓണത്തിൻ്റെ വെക്കേഷന് വരും, അപ്പോൾ ചെയ്യാമെന്നൊക്കെ പറഞ്ഞു. പിന്നെ അതുപോലെ ഞങ്ങൾ അതൊക്കെ കഴിഞ്ഞ് അങ്ങനെ വീട്ടിലെത്തി കേട്ടോ. വീട്ടിലെത്തിയപ്പോൾ ഇതേ സുഡാപ്പിക്ക് മരുന്ന് കൊടുക്കാൻ വലിയ കുഴപ്പമൊന്നുമില്ല, സുഡാപ്പി കുടിച്ചോളും. മൂത്താളാണ് കേട്ടോ ഭയങ്കര പ്രശ്നം. മൂത്താൾ മരുന്ന് കുടിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ പഞ്ചസാരയും വായിലേക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ അടുത്ത അങ്കിനി പാത്തൂസിൻ്റെ ആണ് കേട്ടോ. അപ്പോൾ അത് ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. വീഡിയോ എടുക്കാൻ പറ്റുന്ന സിറ്റുവേഷൻ ആയിരുന്നില്ല കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ ഇപ്പോൾ വന്നിട്ടുള്ളത് ഞാൻ കുറച്ച് ദിവസം മുമ്പ് ചെയ്തൊരു വീഡിയോ ആണ് കേട്ടോ. പക്ഷേ എനിക്ക് ഇന്നത്തെ ദിവസം എനിക്ക് വേറെ വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. തീരെ വയ്യായിരുന്നു, മരുന്നൊക്കെ കഴിച്ചപ്പോൾ ഭയങ്കര ക്ഷീണമായി അങ്ങനെ കിടന്നു കേട്ടോ. പിന്നെ ഇത് കുറച്ച് ദിവസം മുമ്പ് എടുത്ത വീഡിയോ ആണ് കേട്ടോ. നമ്മളിപ്പോൾ ചോറൊക്കെ വേസ്റ്റ് വരികയാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് ചെയ്തെടുക്കുകയാണെങ്കിൽ നമ്മളെ കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും നല്ലൊരു ഈവനിങ് സ്നാക്സ് ആണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത്, നമ്മളെടുക്കുന്ന കപ്പിൽ 1 കപ്പ് അരിപ്പൊടി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതേ കപ്പിൽ 1/2 കപ്പ് ചോറാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അങ്ങനെ അതും പിന്നെ കുറച്ച് 1 കപ്പ് വെള്ളം കൂടി ചേർത്തിട്ട് നല്ല സ്മൂത്തായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇതിൽ വേറെ ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല, നല്ല സ്മൂത്തായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഇതേപോലെ ഒരു 3 അച്ച് വെല്ലം എടുക്കാം കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ 2 അച്ച് പൊട്ടാത്തതും പിന്നെ ഒക്കെ പൊട്ടിയ കഷ്ണങ്ങളൊക്കെ ആയിരുന്നു. അങ്ങനെ 3 അച്ച് വെല്ലം ഞാനൊന്ന് ഉരുക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ എടുത്തപ്പോൾ എൻ്റെ വീഡിയോ എന്തോ അറിയില്ല ഓഫായി പോയിട്ടുണ്ടായിരുന്നു, ഒരു കോൾ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാനത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞാനങ്ങനെ കുറച്ച് നാളികേരക്കൊത്തും അതുപോലെ തന്നെ ചെറിയ ഉള്ളി കേട്ടോ, ഒരു 8-5 ചെറിയ ഉള്ളി ഞാൻ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളിതുപോലെ ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് നെയ്യ് ഒഴിച്ച് കൊടുക്കണം കേട്ടോ. നെയ്യിലാണെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. നെയ്യിൽ തന്നെ ചെയ്തെടുക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പോൾ നെയ്യില്ലാന്ന് വെച്ചിട്ട് അങ്ങനെ ചെയ്യാതിരിക്കുകയൊന്നും വേണ്ട, നമുക്ക് വെളിച്ചെണ്ണയിലായാലും നമ്മുടെ ഉള്ളിയും ഇതേപോലെ തന്നെ നാളികേരക്കൊത്തൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാനിതിപ്പോൾ ആദ്യം നാളികേരക്കൊത്തൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അതിൻ്റെ ശേഷം ഞാനിപ്പോൾ നമുക്ക് ഈ ഉള്ളിയും അതുപോലെ തന്നെ ഒന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ കരിഞ്ഞു പോകാതെ നോക്കാം, നമ്മൾ ലോ ഫ്ലെയിമിലാക്കി വെച്ചിട്ട് വേണം അതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഈ സമയത്ത് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. തൊട്ടടുത്ത ബെല്ലൈക്കനും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷനും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കണം. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ഷെയറും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ അപ്പോൾ ഞാൻ അങ്ങനെ ഇപ്പോൾ അതൊന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ശേഷം ഞാനിപ്പോൾ അത് ബെല്ലമൊക്കെ ഒന്ന് നല്ല ചൂടുള്ളതാണ് കേട്ടോ. ബെല്ലം ഉരുക്കിയെടുത്തത് അത് ചൂടോട് കൂടി തന്നെ നമുക്ക് നേരത്തെ ഞാൻ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ആ മാവിലേക്ക് നമുക്കിത് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ചൂടോട് കൂടി ഒഴിച്ചു കൊടുക്കാം. നമുക്ക് അങ്ങനെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ അടിഭാഗം അവിടെ വെച്ചിട്ട്
മോൾ ഭാഗം മാത്രം അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് കേട്ടോ, അല്ലെങ്കിൽ കല്ലൊക്കെ ഉണ്ടാവും കേട്ടോ. പിന്നെ നമുക്ക് നാളികേരം കൊത്തും അതുപോലെ തന്നെ ഉള്ളിയും കുറേശ്ശെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഫുള്ളായി ചേർക്കണ്ട കേട്ടോ, നമുക്ക് ഇനി കുറച്ച് ആവശ്യമുണ്ട്. അപ്പോൾ ഡെക്കറേഷന് വേണ്ടിയിട്ട് കുറച്ച് അങ്ങോട്ട് മാറ്റി വയ്ക്കാം. പിന്നെ അതൊക്കെ ഒന്ന് ഞാൻ ചെയ്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് ഒരു 3-4 ഏലക്കായ പൊടിച്ചതൊന്ന് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മാത്രം ബേക്കിംഗ് സോഡയാണ് കേട്ടോ, നമ്മുടെ സോഡാപ്പൊടി അതൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നമ്മൾ ഉണ്ടാക്കുന്ന ആ സമയത്ത് മാത്രമാണ് ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ. പിന്നെ ഇതിൽ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഞാനിത് വെള്ളയപ്പം ഉണ്ടാക്കുന്ന ചട്ടിയിലാണ് കേട്ടോ റെഡിയാക്കി എടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരുമിച്ച് കുക്കറിൽ ഒഴിച്ചെടുക്കാം കേട്ടോ. പക്ഷേ ഇങ്ങനെ ഉണ്ടാക്കുമ്പോഴാണ് കുട്ടികൾക്ക് ടേസ്റ്റ് കഴിക്കാനായിട്ട് ഇഷ്ടം കേട്ടോ, കാണുമ്പോൾ ഒരു ഭംഗി ഇങ്ങനെ ഉണ്ടാക്കുമ്പോഴാണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ആ ചട്ടി ഒന്ന് നല്ല ലോ ഫ്ലെയിമിലല്ല കേട്ടോ, ഹൈ ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത്. എന്നിട്ട് അതൊന്ന് ചൂടായതിൻ്റെ ശേഷം ഞാൻ അതിലേക്ക് കുറച്ച് നെയ്യൊന്നാക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഇതേപോലെ ഒരു 1.5 തവി ഒഴിച്ച് കൊടുക്കാം കേട്ടോ മാവ്. പിന്നെ അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് നാളികേരക്കൊത്തും ഉള്ളിയും കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇപ്പോൾ നമ്മളിതൊന്ന് ലോ ഫ്ലെയിമിലാക്കി വെക്കാം കേട്ടോ. അതിൻ്റെ ശേഷം എന്നിട്ടൊന്ന് വേവിച്ചെടുക്കാം. എന്നിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് വെന്തതിന് ശേഷം ജസ്റ്റ് ഒന്നിങ്ങനെ ചെറുതായിട്ടൊന്ന് മറിച്ചിട്ട് കൊടുത്താൽ മാത്രം മതി കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റും, എന്നാൽ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. മക്കൾക്ക് എന്തായാലും ഇഷ്ടമാവും. നമ്മൾ ആരോട് കൂടിയിട്ടുള്ള കിണ്ണത്തപ്പം എന്നൊക്കെ പറയില്ലേ, കുക്കറപ്പം എന്നൊക്കെ പറയില്ലേ, അതേ ഒരു രീതിയിൽ തന്നെയാണ് കേട്ടോ. നമ്മളെ ചോറ് കൊണ്ട് ഉണ്ടാക്കുന്നത് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അപ്പോൾ ടാറ്റാ ബൈ ബൈ, അസ്സലാമു അലൈക്കും.